നെല്ലർച്ചാല ഭാഗത്തുള്ള നമ്മളുടെ ഒരു വ്യൂ പോയിൻ്റാണ്. അത് അടിപൊളി വ്യൂ പോയിൻ്റാണ്. കാരണം നമ്മുടെ വയനാടിൻ്റെ ഈ ഒരു ചൂരൽമലയും അത് മുണ്ടക്കയൊക്കെ ഉരുൾപൊട്ടലിന് ശേഷം ഈ ഓണം നബിദിനത്തിനൊക്കെ വേണ്ടിയിട്ട് ഉണർന്നിട്ടുള്ള ഒരു ചെറിയൊരു സമയമാണത്. കാരണം ഇപ്പോഴാണ് ആളുകളൊക്കെ വയനാട്ടിലോട്ട് കയറി വരുന്നത്. ഈ ഒരു നിങ്ങൾ വിഷ്വലൊക്കെ കാണുമ്പോൾ തന്നെ ഏകദേശം മനസ്സിലാവും. ഇവിടെ വയനാട് മൊത്തത്തിൽ ഈ ടൂറിസം മേഖല ഡള്ളായിരിക്കുന്ന ഒരു സമയമാണ്. ആ സമയത്താണ് ഇങ്ങനെ ആളുകളൊക്കെ കയറി വന്നിട്ട് ഈ ഒരു ടൂറിസത്തിനെ സപ്പോർട്ട് ചെയ്യേണ്ടത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ നല്ലൊരു വ്യൂ പോയിൻ്റ് കേട്ടോ ഇത്. കാരണം നിങ്ങൾക്ക് ഈ ഒരു വിഷ്വൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. പല ഗെയിമും കാര്യങ്ങളൊക്കെ കളിക്കാനും ഒക്കെ ആയിട്ട് കുറേ പേര് റീൽസിനും കാര്യങ്ങളും പിന്നെ മറ്റുള്ള ഡാൻസും കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട്. പിന്നെ കുട്ടികളുടെയൊക്കെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ആളുകളിലൂടെ എടുക്കുന്നുണ്ട്. പിന്നെ കുറേ കപ്പിൾസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെയും നല്ലൊരു വ്യൂ തന്നെയാണല്ലേ അല്ലേ ഉണ്ണി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ? സൺസെറ്റിൻ്റെയൊക്കെ ഒരു വാല്യൂ നമ്മൾക്ക് ഇവിടെ വരുമ്പോഴാണ് കൂടുതൽ അറിയാൻ പറ്റുന്നത് അല്ലേ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ? ഇവിടെ എന്താ പരിപാടി? താത്തേ തെറ്റിത്തേക്കാണോ ഡാൻസിൻ്റെ? അവിടെ ഒരു ഡാൻസിൻ്റെ ഒരു ട്രയലാണ് നടക്കുന്നത്. ജസ്റ്റ് നമുക്ക് നോക്കിക്കാം എന്താ സ്ഥിതി എന്നുള്ളത്. അവിടെ ഒരു ഡാൻസിൻ്റെ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെയാണ് കളിക്കുന്നത്. അവർ പ്രാക്ടീസ് ചെയ്യണം റീൽസിന് വേണ്ടിയിട്ടൊക്കെ ആയിരുന്നു തോന്നുന്നത്. പിന്നെ ഇവിടെ ഈ മറ്റേ കയറെന്തിനിട്ടിരിക്കുന്ന ഉണ്ണിയെ അങ്ങോട്ട് ആ ഒരു ഏരിയ കണക്കാക്കാൻ വേണ്ടിയിട്ടല്ലേ ഉണ്ണിയെ? എടാ നമ്മുടെ ഈ കുറേ കാലം എന്നല്ല ശരിക്കും ഒരു മാസത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു ഇത്രയും ഒരു കൂട്ടത്തിൽ ആളുകൾ കാണുന്നല്ലേ നമ്മുടെ ചൂരൽമല ദുരന്തത്തിന് ശേഷം. കാരണം നമ്മുടെ വയനാട് മൊത്തത്തിൽ ഒരു ഡള്ളായി നിൽക്കുന്ന ഒരു അവസ്ഥയാണല്ലേ ശരിക്കും പറഞ്ഞാൽ. പിന്നെ അല്ല ഇത് മറ്റേ ഇത് കൂടെ പോകാം. പിന്നെ അതൊക്കെ ആ ഏരിയകളുടെ ഒരു ഇതന്നെ എന്താ പറയുക ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഒരു വയനാടിൻ്റെ ഒരു ഭാഗത്താണ് ഈ ചൂരൽമലയും മുണ്ടക്കയും ഉള്ളത്. അപ്പോൾ അവിടെ ബാധിച്ചുകൊണ്ട് തന്നെ വയനാടിനെ മൊത്തത്തിൽ ഒരു ബാധിച്ചു. അതുകൊണ്ട് ഇവിടെ സേഫ് അല്ല എന്നുള്ളൊരു രീതിയിലാണ് ആളുകളൊക്കെ കരുതുന്നത്. അതിനെക്കുറിച്ച് എന്താ അഭിപ്രായം? പക്ഷെ അങ്ങനെയല്ല സത്യാവസ്ഥയിലുള്ളത്. എങ്ങനെയാണ് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വയനാട് അതായത് വയനാടിനെ സംബന്ധിച്ചൊരു ഇത് നോക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കോഴിക്കോട് എന്ന് പറഞ്ഞാൽ കോഴിക്കോടാണ് അല്ലേ, മലപ്പുറം എന്ന് പറഞ്ഞാൽ മലപ്പുറമാണ്, പെരിന്തൽമണ്ണ എന്ന് പറഞ്ഞാൽ പെരിന്തൽമണ്ണയാണ്. പക്ഷെ വയനാട് എന്ന് പറഞ്ഞാൽ വയനാടാണ്. പക്ഷെ വയനാട്ടിലുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അവിടെയാണ് അതിൻ്റെ ഡിഫറൻസ് വരുന്നത്. വയനാട് എന്നുള്ളൊരു പർട്ടിക്കുലർ സ്ഥലം നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷെ വയനാട്ടിലുള്ള ഒരുപാട് സ്ഥലങ്ങളാണ് ഈ ചൂരൽമലയും മുണ്ടക്കയും കൽപ്പറ്റയും ബത്തേരിയും മാനന്തവാടി അവരുടേതായ സിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു ഇതാണ് കാരണം നമ്മൾ പെട്ടെന്ന് തന്നെ മുണ്ടക്കൈ ചൂരൽമല എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒറ്റയടിക്ക് വയനാട് നിന്നാണ് ഈ കണക്ട് ചെയ്യുന്നത്. ആ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലേ? ഉണ്ട്. എൻ്റെ ഒരുപാട് എന്നെ വിദേശത്തുള്ളവർ വിളിച്ചിട്ടുണ്ട്. പിന്നെ വേറെ സ്റ്റേറ്റിലുള്ള ആളുകളൊക്കെ വിളിച്ചിട്ടുണ്ട്. വയനാട് എന്ന് പറഞ്ഞാൽ അവർക്ക് ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ പേടി സ്വപ്നമാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ ഇവിടെയൊക്കെ ആളുകൾ പല വിധത്തിലുള്ള അല്ലേ എപ്പോഴും നമ്മൾ ഈ ഒരു സേഫ് സോൺ നോക്കിയിട്ട് വേണം കാര്യങ്ങളൊക്കെ ചെയ്യാൻ. ഉണ്ണിയെ മൂന്ന് ഏരിയ അല്ലേ ഉണ്ണിയെ? താഴോട്ടിറങ്ങാം വാ.
ഇത് ഏകദേശം നിങ്ങൾ ഈ വിഷ്വലൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കുന്നുണ്ട് ഒത്തിരി ആളുകളിലൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എന്താ പറയുക വയനാടിൻ്റെ ഒരു ഉണർവ് തന്നെയാണ് എന്നുള്ളത് തന്നെ നമുക്ക് പറയാം. നമുക്കിതിൻ്റെ ആനുകാലികമായിട്ടോ അല്ലെങ്കിൽ ഒരു സാഹിത്യത്തിൻ്റെ ഭാഷ കൈ എടുത്തിട്ട് അങ്ങനെ രീതിയിലൊന്നും പറയാൻ പറ്റില്ല. നമ്മളിപ്പോൾ നമ്മുടേതായ ഐഡിയോളജിയിൽ വരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നു, സംസാരിക്കുന്നതേ ഉള്ളൂ. നല്ലൊരു വ്യൂ ആണല്ലോ ഉണ്ണിയെ. അപ്പം നോക്ക്, എന്താണ് ഉണ്ണിയെ എനിക്ക് പറയാനുള്ളത് ഇതിനെ കുറിച്ചിട്ട്, ഇവിടുത്തെ ഒരു വ്യൂ പോയിന്റിനെ കുറിച്ചിട്ട്? പ്രത്യേകിച്ച് ഒന്നും പറയാനുണ്ടാവില്ല അല്ലേ, കാരണം എനിക്ക് സ്ഥിരം കാണുന്നുണ്ട്. ഇടയ്ക്ക് വരുന്ന സ്ഥലമാണ്, അത്ര ഇഷ്ടമാണ്. ഈ ഏരിയയിൽ തന്നെയാണ് വന്നിട്ടുള്ളത്? ഈ ഏരിയയിൽ തന്നെയാണ് വന്നിട്ടുള്ളത്? ഏരിയയിൽ തന്നെ. ചില സൺഡേ സായാഹ്നങ്ങളിൽ എവിടെയും പോകാൻ ഇല്ലെങ്കിൽ ഈ ഒരു സായാഹ്നം ആസ്വദിക്കാറുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം 10 കിലോമീറ്റർ വലിയ ദൂരമല്ല, പക്ഷേ വലിയൊരു ടൈം പാസ് എന്ന് പറഞ്ഞാൽ മനസ്സിന് ഒരു തൃപ്തി തരുന്ന, എന്താ പറയുക, വാക്കുകൾക്കപ്പുറമാണ്. ഒരു അടിപൊളി വ്യൂ എന്ന് പറഞ്ഞിട്ട് ഒരു അടിപൊളി വ്യൂ തന്നെയല്ലേ ശരിക്കും നോക്കുമ്പോൾ നമുക്ക്? ഉച്ചയ്ക്ക് ശേഷം ഒരു 3 മണി 4 മണിക്ക് ശേഷം വന്നാലാണ്, 4 മണിക്ക് ശേഷം തന്നെ പറയാം. 4 മണിക്ക് ശേഷം വന്നാലും വെയിലിന്റെ ആ ഒരു ചൂടിന്റെ പ്രശ്നം ഉണ്ടാവില്ല. നല്ലൊരു ഫോട്ടോയോ വീഡിയോ എടുക്കാനും എല്ലാം കൊണ്ടുള്ള ഒരു സൺസെറ്റ് മൊത്തത്തില് അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ഉള്ളത് അല്ലേ ശരിക്കും പറഞ്ഞെങ്കിൽ? ഇവിടെ ഏകദേശം ഈ ആളുകളുടെ ഇത് നോക്കിയാൽ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലാക്കാൻ പറ്റും. എന്താ പറയുക, ഒത്തിരി ആളുകളുണ്ട് ഇവിടുത്തെ ഈ ഒരു വ്യൂവും സൺസെറ്റും കാണാനൊക്കെ വേണ്ടിയിട്ട് വന്നിരിക്കുന്ന ആളുകളാണ്. ഈ ഒരു ലൈനിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ആളുകളൊക്കെ. പിന്നെ നമുക്കിവിടെ പ്രത്യേകിച്ചൊന്നും പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഈ ഡീപ്പായിട്ട് ഈ വെള്ളത്തിൻ്റെ അരികിലേക്ക്, അതായത് ഇവിടുത്തെ ആഴവും കാര്യങ്ങളും നല്ല ചതുപ്പ് നിലങ്ങളാണ്. അപ്പോൾ ഇവിടെയൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കാരണം ഇവിടെ നമുക്കൊരു ഈ ഞാനിപ്പോൾ കാണിക്കുന്നൊരു ഏരിയകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഒന്നും ഒരു എന്താ പറയുക ബാരിക്കേഡോ അല്ലെങ്കിൽ എന്തെങ്കിലും നോട്ടിഫിക്കേഷനോ ഇവിടുത്തെ ആ ഡേഞ്ചർ സോണിനെ കുറിച്ചിട്ട് ഒരു കാര്യങ്ങളും ഇല്ല. അപ്പോൾ അങ്ങനത്തെ ഏരിയകളൊക്കെ ചെറിയ മക്കളും ഈ കുട്ടികളൊക്കെ പോയിട്ട് റീൽസിനും വീഡിയോ ഒക്കെ എടുക്കാൻ പോകുമ്പോൾ കുറച്ച് ഡേഞ്ചർ സോൺ തന്നെയാണ്. അപ്പോൾ അതൊക്കെ നോക്കാനും ഉള്ളൊരു സംവിധാനം കാര്യങ്ങളൊക്കെ ഇവിടെ വേണം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കാരണം ഇവിടെ ഒന്നാമത്തെ ടിക്കറ്റും കാര്യങ്ങളൊന്നുമില്ല. അപ്പം ആർക്കും ഇവിടെ കടന്നു വരാം. അതായത് ഈ പല ഏരിയകളിലും വരുന്ന ഒരു ഇതാണ്. ഇവിടെ നമ്മളിപ്പോൾ ഈ ഒരു ഭാഗം കൂടി നമുക്ക് നോക്കാം. പിന്നെ ഞാൻ കൈ നീട്ടുന്ന അവിടെ നോക്കാം, അതിൻ്റെ അങ്ങേയറ്റം, പിന്നെ ഇപ്പുറത്തും, അങ്ങനെ ഓരോ സൈഡുകളുണ്ട്, ഓരോ വ്യൂ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഈ സൺസെറ്റ് മറ്റത്തൊക്കെ കാണുന്ന ഒരു വ്യൂ പോയിൻ്റൊക്കെ ഉണ്ട്. അവിടെ നിന്നൊക്കെ ഈ ആളുകൾക്ക് ഈ ഏരിയയിലേക്ക് അടുത്ത് വന്നിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസസാണ്. അപ്പോൾ അവിടെ നമ്മൾ കുറച്ചും കൂടി ഈ സേഫ്റ്റിയും കൂടി ഒന്ന് ഉൾക്കൊള്ളിച്ചാൽ വളരെ നന്നായിരിക്കും. കാരണം ഇപ്പോൾ ഒരു ടിക്കറ്റോ അങ്ങനത്തെ ഒരു ടൂറിസം DTPCൻ്റെ അണ്ടറിലോ അല്ല ഈ ഒരു ഏരിയ ഉള്ളത്. കാരണം കാരാപ്പുഴ മാത്രമേ ഉള്ളൂ ശരിക്കും അവിടെ ടിക്കറ്റും പിന്നെ അവിടെ റൈഡും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇവിടെ ഇപ്പോൾ ആർക്കും എപ്പോഴും കടന്നു വരാൻ പറ്റുന്ന ഒരു ഏരിയ തന്നെയാണത്. അപ്പോൾ ഇവിടെ സുരക്ഷിതത്തിന് അത്ര ഒരു വാല്യൂ ഇല്ല ശരിക്കും പറഞ്ഞിട്ട്. ഒന്ന് വീണ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ആരെങ്കിലും പറയാണ്ട് ഒന്ന് വീണ് കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് നമുക്ക് പുറത്തോട്ട് അറിയാൻ പറ്റുന്ന ഒരു സംവിധാന കാര്യങ്ങളൊന്നുമില്ല. അപ്പം മാക്സിമം ഇവിടെ വരുന്ന ആളുകളാണ് അവരവരുടെ സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ നോക്കേണ്ടത്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത്. ഇത് അവിടെ നിങ്ങൾക്ക് ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ ഏകദേശം അറിയാൻ പറ്റും. ആളുകളൊക്കെ ഇങ്ങനെ ഓരോ ഉണ്ടല്ലേ ഈ ഒരു ഏരിയകളിൽ ആളുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുന്നതല്ല സോറി. പിന്നെ ഇവിടെ ഓരോ ഏരിയകൾ അവരുടെ സ്ഥലം പിടിച്ചു വെച്ചിട്ടുണ്ട്. കാരണം അവർക്ക് ഈ സൺസെറ്റും കാര്യങ്ങളും ഈ വാട്ടറിൻ്റെ ആ ഒരു ഇത് കാണാൻ പലരും ഫോട്ടോ എടുക്കാനോ റീൽസ് എടുക്കാനോ ഡാൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള രീതിയിലാണ് ഇവിടെ നിൽക്കുന്നത്. പക്ഷെ മനസ്സിലാവുന്നത് കാരണം നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോ തന്നെ എടുക്കുന്നത് 6:25 കാരണം ഇവിടെ ഒത്തിരി വണ്ടികളും കാര്യങ്ങളൊക്കെ ഇവിടെ പാർക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഞാൻ കുറച്ചൊരു താഴ്ന്ന പ്രദേശത്തുള്ള കുറച്ചുകൂടി കുന്നുംപുറത്തോട്ട് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരുപാട് വണ്ടികളൊക്കെ നിർത്തിയിട്ടുള്ളത് കാണാൻ പറ്റും.